This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യൻ കവാടം തുറന്നതോടെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് വലിയ മുന്നേറ്റമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി വികസിത ഭാരത സങ്കല്പത്തിന്റെ പുരോഗതിക്ക് വിഴിഞ്ഞം സെന്ററായി മാറുമെന്ന് പറഞ്ഞു. 30 വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ തുറമുഖം പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഏറ്റവും വലിയ തുറമുഖം നിർമ്മിച്ചു നൽകിയത് കേരളത്തിനാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. भारत के कोस्टल स्टेट, हमारी पोर्ट सिटीज विकसित भारत की ग्रोथ का अहम सेंटर बनेंगे. मैं अभी पोर्ट की विजिट करके आया हूं और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा शायद करने के लिए तैयार रहना पड़ेगा. അങ്ങനെ നമ്മൾ അതും നേടിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ദീർഘകാലത്തെ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായതെന്നും കൂട്ടിച്ചേർത്തു. നായനാർ സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണിത്. എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം സാധ്യമാകും, നത്തിങ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയന്റെ ഏതാണ്ട് വാക്യം അർത്ഥപൂർണമാക്കുന്ന രൂപത്തിലാണ് ഈ പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതിന്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയും നേതൃത്വപരമായ പങ്കുവഹിച്ചു. ഗവർണർ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, MP, സ്ഥലം MLA എന്നിവരായിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായെങ്കിലും ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം അവസാനിക്കുന്നില്ല. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.